ഹലോ, അസ്സലാമു അലൈക്കും. ഞാനെന്താ നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അടുപ്പ് കത്തിച്ച് ഒരു ചട്ടിയിൽ വെള്ളം വെക്കുക. നൂഡിൽസ് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 200 ഗ്രാം നൂഡിൽസ് അത്. ഇനി അതൊന്ന് വേവിച്ചെടുക്കുക. നല്ലതുപോലെ വെന്ത് ഇതാവണ്ട, പാകത്തിന് വെന്താൽ മതി. അത് നീണ്ടിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ വേണമെങ്കിൽ ഇടയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വേവൊക്കെ പാകമായത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചെടുക്കുക. ഇനി പച്ചക്കറികളിടുക. ക്യാപ്സിക്കം, ബീൻസും, സ്പ്രിങ് ഓണിയനും, ക്യാരറ്റും, കാബേജും കനം കുറച്ച് നീളത്തിൽ മുറിച്ചത്, ഒരു സവാളൻ്റെ പകുതി ചെറുതായി മുറിച്ചത്, 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്. എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ലേശം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അത് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ചട്ടിയിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആ വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി സവാള മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി മുറിച്ച് വെച്ച പച്ചക്കറികൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചക്കറി നല്ലോണം വേവരുത്, നല്ലോണം വഴന്ന് വന്നാൽ മതി, കളറും മാറരുത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് സോയാ സോസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ്. ഇനി 1 ടീസ്പൂണ് വിനാഗിരി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതി. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി വേവിച്ച് വെച്ച നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടകം എടുത്തിട്ട് ഒരു പോർക്കോ പപ്പടക്കോലോ എന്തെങ്കിലും എടുത്തിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ മറിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരുപോലെ ആവില്ല. സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക.